അപ്പൊ കഴിവിന്റെ പരമാവധി സുജൂദ് ചെയ്യും. എന്റെ വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നല്ലതുപോലെ കേട്ടോ, എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ഇപ്പൊ പള്ളി കയറിയാ കാണാം മരിച്ച വീട്ടിൽ ഇട്ടിരിക്കണ പോലെ 2 സഫ് കസേര. അള്ളാടെ പള്ളിക്കകത്ത് കയറിയ കാണാം 2 സഫ് കസേരകളിക്കുള്ളതാ. കസേര നിസ്കാരത്തിന്റെ കാലം ഇതൊക്കെ എറിഞ്ഞു പൊട്ടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം ശരിയാവോ? പഠിക്കു സഹോദര, പഠിക്ക്. നിന്റെ ചിലര് വിചാരിച്ചിരിക്കുന്നത് ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കസേരയിൽ നിസ്കരിക്കണമെന്നാണ്. ഇതാരാ പഠിപ്പിച്ചെന്ന്? എന്റെ പ്രിയപ്പെട്ടവരെ, കസേരയിലാണെന്ന് ആരാ പഠിപ്പിച്ചെന്ന്? എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണമെന്നാ പറഞ്ഞേ. ഇരിക്കണം, തറയിലിരിക്കണം എന്നാ പറഞ്ഞേ. ഇന്ന് ഏതെങ്കിലും പള്ളിക്കകത്ത് ഏതെങ്കിലും ഒരു ഇൻസാൻ തറയിലിരുന്ന് നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം കസേരയില്ല. നേരത്തെ വന്ന് പിടിച്ചിട്ടിരിക്കുക. ഈ വാപ്പാടെ മുന്നിൽ 2000-3 നോട്ടിട്ടിട്ട് എടുക്കാന്ന് പറഞ്ഞു നോക്കിയേ, ചാടി വീട്. അപ്പൊ കുനിയാൻ പറ്റൂല്ലേ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പാറന്നൂർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുന്ദനായ ഉസ്താദ് അവர்கள் ഇവിടുത്തെ സ്മരണിക നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ഉസ്താദിന്റെ മകൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ബാക്കവി ഒരിക്കൽ പറഞ്ഞു, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രോഗം പിടിച്ചു കിടക്കുന്ന സമയത്തും ഇങ്ങനെ കയറിൽ തൂങ്ങി നിന്നിട്ട് നിസ്കരിച്ച്. ഒരു കയറുണ്ട്, ചെല്ലുമ്പോ കാണാം വീട്ടില് ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അമ്പുറത്തൊക്കെ പോകുമ്പോ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കയറ് കാണാം. ഇതിങ്ങനെ തൂങ്ങി നിന്നിട്ട് നിസ്കരിക്കും. മോനൊരിക്കൽ ചോദിച്ചു, വാപ്പാ കസേരയിൽ നിസ്കരിച്ചൂടെ? നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടാ മോനെ? ചോദിച്ച ചോദ്യം, കസേരയിൽ ഇരുന്നിട്ട് സുജൂദ് ചെയ്താൽ ശരിയാകുമെന്ന് നീ എവിടെയെങ്കിലും കിതാബിൽ കണ്ടിട്ടുണ്ടോന്നാ ചോദിച്ചത്. സാധാരണ ആളൊന്നുമല്ല. പറഞ്ഞു ആരെന്നറിയോ? മഹാനവറുകൾ പടച്ചവനെ ഒരു ദിവസം നോക്കുമ്പോ വീടിന്റെ മുൻഭാഗമൊക്കെ ആളെ നിർത്തിയിട്ട് വൃത്തിയാക്കാം. വീടിന്റെ മുൻഭാഗം മുഴുവനും ഒരാളെ നിർത്തിയിട്ട് വൃത്തിയാക്കുന്നു. അപ്പൊ മകൻ ചോദിച്ചു, എന്തേ വാപ്പ, കല്യാണം വല്ലതും ഉണ്ടോ? തമാശക്ക് കല്യാണം വല്ല? ഒന്നുമില്ല, അതൊക്കെ മനസ്സിലാവും. അന്ന് വൈകുന്നേരം സമയമായി. ഉസ്താദ് അവറുകൾ ഭാര്യയോട് പറഞ്ഞു, എന്നെ ഒന്ന് കുളിപ്പിക്കാൻ. എന്താപ്പ ഇന്ന് പ്രത്യേകിച്ച്? വേണമെങ്കിൽ കുളിപ്പിച്ചോ, ഇനി പറ്റൂല. കുളിപ്പിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് നിസ്കരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം മനസ്സിലായത് എന്തിനാ വീട് വൃത്തിയാക്കിയതെന്ന്. അള്ളാഹു അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകണം. അപ്പാ, നീ ചിന്തിക്ക്, സുജൂദിന്റെ പ്രതിഫലം അറിയുമോ? സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ചെയ്ത പാപം മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കും. സുജൂദിൽ കിടക്കുമ്പോ ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ സുജൂദ് ചെയ്യാൻ പറഞ്ഞേ. നീ കസേരയിൽ ഇരുന്ന് ചെയ്താൽ ശരിയാവോ? അതിനാണോ സുജൂദ് എന്ന് പറയുന്നത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്റെ അടിമ തന്റെ മുന്നിൽ തലകുനിക്കുമ്പോഴാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുഖമില്ലാത്ത വാപ്പയോട് പറയുന്നു, നീ ഇരിക്ക്. ചിലപ്പം കാല് നീട്ടിയാലേ ഇരിക്കാൻ പറ്റൂ. നീ ഇരുന്നോ? നീ വയ്യാത്തവനല്ലേ? കാലോ കയ്യോ നീട്ടി നീ ഇരുന്നോ? കിബിലയുടെ നേരെ ഇരുന്നാ മതിയല്ലോ. നിസ്കരിക്കുക വാപ്പ. ഒരു സുജൂദെങ്കിലും തറയിൽ ചെയ്യ്. കസേരയെന്നൊക്കെ ഒന്ന് മാറ്. ഒന്ന് ശ്രമിച്ചു നോക്ക്, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന്. സുജൂദുകൾ അധികരിപ്പിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, സമയം 11:30 5 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹത്തോടു കൂടിയാ വന്നത്. പക്ഷേ സമയം അത് വല്ലാത്തതാ. ഇപ്പൊ 11:30. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ആയുസ് തന്ന അടുത്ത കൊല്ലം വല്ലം വയലുണ്ടെങ്കിൽ ഇതുപോലെ കൂടിയിട്ട് ബാക്കി 4 കാര്യം പഠിക്കാം. അള്ളാഹു ആയുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നപ്പോൾ അവരെന്റെ അടുക്കൽ ഒരു ആഗ്രഹം പറഞ്ഞു. എന്റെ അടുക്കൽ ഒരു വലിയൊരു പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു. ഉസ്താദേ, ഒരു ബിൽഡിംഗ് പണിയണം. ഇവിടെ ഒരു വരുമാനമില്ല. എന്തെങ്കിലും ഒരു വരുമാനം. ഈ കടലിൽ പോയി ജീവിക്കുന്ന പാവങ്ങൾ, ഈ നാട്ടിലെ പാവപ്പെട്ടവർ, അവർ തരുന്നത് കൊണ്ടാണ് ഈ പള്ളിയും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ബിൽഡിംഗ് കെട്ടുക എന്ന വലിയൊരു ആഗ്രഹമാവുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കും. വെറുതെ കൊടുക്കണ്ട, ആരും ഓസിന് കൊടുക്കണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ നിന്നൊരൽപ്പം അൽഹംദുലില്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിർത്തല്ലേ. 5 കാര്യത്തിൽ ഒരെണ്ണം പഠിച്ചു. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയും, ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യും. എന്തു വേണം? ഇരിക്കോ? എന്നാ കൈപൊക്കിക്കേ. കാരണം വാക്കു പാലിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ 11:30 നിർത്താന്ന് പറഞ്ഞാൽ നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ പുറത്താ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പറയണോ? വേണോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന രണ്ടാമത്തെ വിഭാഗം അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹഖദ. യതീമിനെ സ്നേഹിക്കുന്നവർ, യതീമിനെ സഹായിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. യതീമിനെ സ്നേഹിക്കുക, യതീമിനെ സഹായിക്കുക. അതെന്താണെന്ന് മുത്തുനബിക്ക് അറിയാം. കാരണം മുത്തുനബി യതീമായിരുന്നു. ഉപ്പാനെ കണ്ടില്ല, ഉമ്മയെ കാണുന്നതിന് മുമ്പേ ഉമ്മ പോയി, സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് താങ്ങും തണലുമായി നിന്ന് എല്ലാരും പോയി. അതിന്റെ വേദന മുത്തുനബിക്ക് അറിയുന്നത് കൊണ്ടാ പ്രവാചകൻ പറഞ്ഞു, ഹജ്ജ് ചെയ്തവന് ഞാൻ ഇങ്ങനെയെന്നല്ല പറഞ്ഞ്, സദക്ക ചെയ്തവന് ഞാൻ ഇങ്ങനെയെന്നല്ലെന്ന് പറഞ്ഞത്. മുത്തുനബി പറഞ്ഞു, യതീമിനെ സ്നേഹിച്ച അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്ക് യതീമിനെ അറിയാം? യതീമിനെ അറിയണമെങ്കിൽ വീടിന്റെ മുന്നിൽ പിരിവിന് വരണം, പള്ളിയുടെ മുന്നിൽ പിരിവിന് വരണം, അപ്പ അറിയാം. അല്ലെങ്കിൽ പിന്നെ യതീമിനെ അറിയണമെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരണം. അത് തന്നെ യതീമുമായിട്ടുള്ള ബന്ധം നമുക്കങ്ങനെ. നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ യതീമായ മക്കളുണ്ട്, അറിയില്ല, തിരിഞ്ഞു നോക്കില്ലല്ലോ. എടാ, സ്വന്തം സഹോദരന്റെ മക്കൾ കിടക്കുന്നുണ്ടല്ലോ, തിരിഞ്ഞു നോക്കൂല. സഹോദര, യതീം നിന്റെ വീട് തേടി വരേണ്ടവനല്ല, നീ അവന്റെ വീട് തേടി പോകേണ്ടവനാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. യതീമുള്ള ഈ നാട്ടിൽ, ഈ കൊല്ലത്തില് എവിടെയാണ് യതീമിന്റെ വീടുള്ളത് എന്ന് തെരഞ്ഞിട്ട് നീ പോണം. അതാ യതീമിന്റെ മഹത്വം. ഒരു യതീമിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ നീയും പെണ്ണും പിള്ളയും കൂടെ തേടിപ്പോയാനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. യതീമിന്റെ മഹത്വം പഠിപ്പിച്ചരട്ടെ. ഒരെണ്ണം, ഒരു യതീമായ ഒരു കുട്ടിയുടെ മഹത്വം ഞാൻ പഠിപ്പിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാ. പാപം ചെയ്യാത്ത ആരുമില്ല. കടലിന്റെ തിരമാലകളോളം പാപം ചെയ്തവരാ ഞാനും നിങ്ങളും. എവിടെ കൊണ്ട് കഴുകാൻ വെച്ചിരിക്കുകയാ? ഈ പാപങ്ങൾ മുഴുവനും എവിടെ കൊണ്ട് കഴുകാൻ വെച്ചിരിക്കുകയാ? കഴുകാനുള്ള ഒരു എളുപ്പവഴി സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിൽ ആരെങ്കിലും മുത്തം വെച്ചാൽ അവൻ ചെയ്ത പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കല്ല് മുത്തിയ? ഏത് കല്ല് മുത്തിയ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് മുത്തിയ. ഇത് മുത്തണമെങ്കിൽ എവിടെ പോണം? എവിടെ പോണം? ഉറക്കെ പറ, എവിടെ പോണം? മക്കത്ത് പോയാ മുത്താൻ പറ്റൂന്ന് ആരാ പറഞ്ഞേ? പരിശുദ്ധമായ കഅബാലയത്തിൽ പോയാൽ ഈ കല്ല് മുത്താൻ പറ്റുമോ? ഇതുപോലെ വെറുതെ ഇട്ടേക്ക് വേണോ ഓടിപ്പോയി മുത്താൻ? അല്ലല്ലോ. ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിലേക്ക് നിന്റെ ചുണ്ട് ചേർത്ത് വെക്കണമെങ്കിൽ അതിന് അള്ളാഹ് ഇഷ്ടപ്പെടണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്. കുറച്ചു പേരുടെ കൈ പൊങ്ങുന്നില്ല, പോട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം ഇവിടെ ഇരുന്ന് കൈപൊക്കിയോ ഇവരെ മുഴുവനും മരിക്കുന്നതിന് മുമ്പ് നീ അവിടെ എത്തിക്കണേ അല്ലാഹ്. ആരൊക്കെ ഈ സദസ്സിലിരുന്ന് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹത്തോടെ കൈപൊക്കിയിട്ടുണ്ടോ അവരെ മുഴുവനും നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. കൈപൊക്കാത്തവരുടെ കാര്യം എനിക്കറിയില്ല തമ്പുരാനെ. അത് തന്നെ. ഞാൻ ഹജ്ജിന് പോകാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പം കൈപൊക്കാത്തവരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ടാകും. അതാ എങ്കിലും വാപ്പ ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോണമെന്നല്ലേ ആഗ്രഹം? അങ്ങനല്ലേപ്പാ? ഹജ്ജ് ചെയ്ത ആൾക്ക് പിന്നെയും പോണമെന്നല്ലേ ആഗ്രഹം ഉണ്ടാവുക? അപ്പൊ കൈപൊക്കാത്ത ഏത് കൂട്ടത്തിലാ? ഓൻ എങ്ങോട്ട് പോകാനിരിക്കുന്നു? അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പറയാ മനുഷ്യന്മാര്, ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോപ്പാ? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? നിങ്ങൾ പറ, വേണോ വേണ്ടേ? വേണം. ഹജ്ജിന് പോകണമെങ്കിൽ ഹജ്ജിന് പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ബാക്കിയുള്ളവരുടെ ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാ പോകാത്തേട്ടാ. ഈ ഇരിക്കണ ആയിരക്കണക്കിന് ആണും പെണ്ണുണ്ട്. സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ചോദിക്ക്, നിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ഹജ്ജിന് പോകാത്തെ? വീടിന്റെ അലമാരിക്കകത്ത് വെച്ചിരിക്കുന്നതിന്റെ പകുതി വിറ്റാ മതി ആമിന, പോയിട്ട് വരാം. നിന്റെ വീടിന്റെ മതില് കെട്ടിയ പൈസ മതി ഹജ്ജിന് പോകാൻ. എന്തേ പോകാത്തെ? പൈസ ഇല്ലാഞ്ഞിട്ടാ? പൈസ ഇല്ലാഞ്ഞിട്ടാ? എടാ, എത്ര പേര് ആലോചിച്ചു. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകാൻ പറ്റുമോ? പറ്റൂല. 1,24,000 പരം വരുന്ന അമ്പിയ മുർസലീങ്ങൾ, പ്രവാചകന്മാർ, അവര് കാലുകുത്തിയ ആ കഅബാലയത്തിന്റെ മത്താഫിൽ നിന്റെ കാലുകുത്തണമെങ്കിൽ അള്ളാഹ് കരുണ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കരുണ ചെയ്തവർക്കേ പോകാൻ പറ്റൂ. പൈസ ഉണ്ടായിട്ടും പലരും പോയില്ല. ചെരുപ്പ് കുത്തി പോയിട്ട് വന്നപ്പോ
ചെരുപ്പ് പിരിവിന് നടന്നു പോയിട്ട് വന്നു ഹജ്ജിന്. യതീമായവര് പോയിട്ട് വന്നു. എന്തേ നിനക്ക് പറ്റാത്ത? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പൈസ ഉള്ളവനാണ് ഹജ്ജിന് പോകേണ്ടത്. പക്ഷെ ഹജ്ജിന് പോകണമെങ്കിൽ പൈസയെക്കാളും മുകളിൽ വേണ്ടത് പോകാനുള്ള ഒരു ആഗ്രഹമാണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹ് അവിടെ എത്തിക്കത്തുള്ളൂ. അള്ളാഹു ആ ആഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറ, പോണോ? കൈവക്ക്, രണ്ടും പൊക്കു. അത്താമാരൊക്കെ അൽഹംദുലില്ലാ. അപ്പൊ ആമിനാത്ത ചോദിക്കും, സിറാജ് വാടക വീട്ടിലാ കിടക്കണേ, ഒരു മാസത്തെ വാടക കൊടുക്കാൻ വേണ്ടി പെടാ പാടാ. ഞാനിപ്പോ എപ്പോഴാ ഹജ്ജിന് പോവായില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹജ്ജിന് പോകണോ? ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഒരു ദിക്റ് ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ ദിക്റ്, എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ ദിക്റ്. 100 വട്ടം ഒന്നും പറയണ്ട. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പറഞ്ഞാൽ പണമുണ്ടോ ഇല്ലേ, അള്ള മരിക്കുന്നതിന് മുമ്പ് നിന്നെ അവിടെ എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ഇത് ഇന്നു മുതൽ അങ്ങ് തുടങ്ങിക്കോ. മരിക്കുന്നതിന് മുമ്പ് അള്ള അവിടെ നിന്നെ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പറഞ്ഞുകൂടെ? ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ? അതെങ്കിലും പറയാൻ മനസ്സുണ്ടോ? വേണോ? വേണ്ടേ? ഒന്ന് കൈവക്കി പാസ്സാക്കിക്കേ. 12:30 വരെ അവിടെ ഇരിക്കേ. ഞാൻ പറഞ്ഞുതരാം. അവസാനം ഹജ്ജിന് പോകണം ഉസ്താദ്, എന്റെ വീട് മതി, എനിക്ക് അള്ളാഹുടെ വീട് വേണ്ട. വേണ്ട, ഇരുന്ന് പൊക്കോ. ആ ദിക്റ് കേൾക്കണമെങ്കിൽ അവസാനം വരെ ഇരിക്കുക. ഞാൻ പറഞ്ഞത് ഹജറുൽ അസ്വദ് മുത്തിയാൽ പാവം പൊറുക്കും. അത് മുത്തണമെങ്കിൽ മക്കത്ത് പോകണം. അവിടെ പോകാൻ മുത്താനും പറ്റൂല. പിന്നെ വല്ല എളുപ്പ വഴിയുണ്ടോ നോക്കാം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നാളെ രാവിലെ പടച്ചവനെ ഭാര്യയും ഭർത്താവും ഇന്ന് വീട്ടിൽ പോയിരുന്നിട്ട് ചർച്ചയാണ്. ഇക്കാ, എവിടെയാണ് യതീമുള്ളത്? നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? പെണ്ണേ, നിന്റെ കുടുംബത്തിലുണ്ടോ? പരിസരത്ത് എവിടെയെങ്കിലും യതീമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ ചർച്ചയാണ്. അങ്ങനെ യതീമുള്ള വീട് മനസ്സിലാക്കിയാ നാളെ രാവിലെ പോകണേ. ഭാര്യയും ഭർത്താവും കൂടെ ഈ നാട്ടിലെ യതീമായ മക്കളുള്ള വീട്ടിലേക്ക് കടന്നു ചെല്ലണം. എന്നിട്ട് യതീമായ മക്കളെ കണ്ടാൽ അവരടുത്തേക്ക് വിളിച്ചിട്ട്, മോനെ, വാപ്പ മരിച്ചു പോയാലും നീ ഭയപ്പെടണ്ട, ഞങ്ങളുണ്ടല്ലോ മോനെ, നിനക്ക് ഞങ്ങളുണ്ടല്ലോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോട് അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് യതീമിന്റെ തലയിൽ കൈവച്ച് തടകണേ. യതീമിന്റെ തലയിൽ കൈവച്ച് തടകണേ. എന്റെ പ്രതിഫലമെന്നറിയുമോ? എന്റെ പ്രതിഫലമെന്നറിയുമോ? യതീമിന്റെ തലയിൽ കൈവച്ച് തടകിയ ആ മോന്റെ തലയിൽ നിന്ന്, ആ കുഞ്ഞിന്റെ തലയില് എത്ര രോമങ്ങൾ നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകണം. എത്ര രോമം കൊള്ളുന്നുണ്ടോ അത്രയും രോമം കൊള്ളുന്നതിനനുസരിച്ച് അല്ല നീ ചെയ്ത പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നാളെ രാവിലെ യതീമിന്റെ വീട് തേടിയിട്ട് പോ. യതീമിനെ സ്നേഹിക്ക്, യതീമിനെ സഹായിക്ക്, യതീമിനെ ചുംബിക്ക്. യതീമിനെ സ്നേഹിച്ചാൽ നാളെ മുത്ത് നബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ നമ്മളിൽ പലർക്കും ഇതറിയാം, നമുക്കിതിന്റെ മഹത്വമൊക്കെ അറിയാം. എന്നാലും തിരിഞ്ഞു നോക്കൂല, എന്നാലും പരിഗണിക്കൂല, എന്നാലും സഹായിക്കില്ല. പക്ഷെ ആർക്കറിയാമായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന് അറിയാമായിരുന്നു യതീമിന്റെ വില, യതീമിന്റെ മഹത്വം സഹാബത്തിന് അറിയാമായിരുന്നു. അള്ളാഹുവെ പടച്ചവനെ, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കേട്ടോ എല്ലാരും കേട്ടോ, പെങ്ങന്മാരൊക്കെ കേട്ടോ ഒരു ചരിത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്തത്ത് യുദ്ധത്തിന് പോകാനുള്ള സഹാബത്തിനെ തെരഞ്ഞെടുത്തു. ഒരു യുദ്ധത്തിന് പോകാനുള്ള സഹാബത്തിനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് 3 സഹാബികളെ പിടിച്ചു മുന്നിൽ നിർത്തി നേതാക്കന്മാരായിട്ട്. എന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. ആദ്യം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ 2 നീ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ 3 നീ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ സഹാബത്തെ നിങ്ങളിൽ ആരെങ്കിലും. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ. മരിക്കുന്ന പറഞ്ഞേ. യുദ്ധത്തിന് മുമ്പ് തന്നെ മരണം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പോയി ഒരുങ്ങിട്ട് വരാൻ. എല്ലാം കൂടെ വീട്ടിൽ പോയി. സഹാബത്ത് മുഴുവനും വീട്ടിലേക്ക് പോകുമ്പോ ഈ 3 നേതാക്കന്മാർ രണ്ടാമത് നിന്നത് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല. ഈ ചങ്ങാതി ഓടിയ തുള്ളിച്ചാടിയിട്ട പോവാ വീട്ടിലേക്ക്. നമുക്ക് അങ്ങനെ തുള്ളിച്ചാടണമെങ്കിൽ ചാകര വല്ലതും കിട്ടണം. അല്ലാഹുവേ, ഈ സഹാബി തുള്ളിച്ചാടിയിട്ട് വീട്ടിൽ പോവാ.
അള്ളാഹുവെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. സ്വപ്നം കാണാനേ പറ്റൂ. സാലിഹത്തായ ഭാര്യ ഭർത്താവിനെ കാത്ത് എവിടെ നിൽക്കും? വീടിന്റെ മുന്നിൽ. 9 മണിക്ക് വരുന്ന ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ സാലിഹത്തായ ഭാര്യ, പണ്ടത്തെ പെണ്ണുങ്ങൾ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കും, ഭക്ഷണം കഴിക്കാറില്ല. ഭർത്താവ് കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതേ പാത്രത്തിൽ തിന്നും. ഇന്ന് ഭർത്താവ് വരുന്നതിന് മുമ്പേ തിന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാകും. അതാവസ്ഥ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്താക്കുമാറാകട്ടെ. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞേ. എവിടാ ആലോചിക്കേ? പണ്ടത്തെ പെണ്ണുങ്ങള് ഇങ്ങനെ നിൽക്കും. ഇക്ക വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പി കൊടുക്കും, ചിരിക്കണം മുഖത്തോടെ സ്വീകരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ഇക്ക എഴുന്നേറ്റതിന് ശേഷം അവിടെ പോയിരുന്ന അതേ പാത്രത്തിൽ തിന്നും. അതാ പെങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നബിയും കൂടി ഇരിക്കുമ്പോൾ ഒരാള് പാല് കൊണ്ടുവന്ന് കൊടുത്തു. മുത്തുനബി കുടിച്ചില്ല, ആയിഷാ ബീവിക്ക് കൊടുത്തു. ആദ്യം ഭാര്യയ്ക്കാ കൊടുക്കണ്ട കുടിക്കാൻ. മുത്തുനബി ആദ്യം ആയിഷാ ബീവിക്ക് കൊടുത്തു. ആയിഷ കുടിച്ചു, എല്ലാം കുടിച്ചു, കുറച്ചു കുടിച്ചു. മദി നബിയെ കുടിക്കുന്നു, വയറ് നിറച്ച് കുടിച്ചു ഇങ്ങോട്ട് കൊടുത്തു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ തെരയ, ആ പാത്രത്തിന്റെ ചുറ്റുഭാഗം മുഴുവൻ ഇങ്ങനെ തെരയണം. എന്തേ നബിയെ നോക്കണേ? നീ എവിടെ ചുണ്ടു വെച്ച് കുടിച്ചെന്ന് നോക്കൂ ആയിഷ. നീ എവിടെയാണ് നിന്റെ ചുണ്ടു വെച്ചത് നോക്ക. ആ കിട്ടി, അൽഹംദുലില്ലാ. അവിടെ വെച്ച് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ആയിഷാ ബീവിയുടെ ചുണ്ട് എവിടെ വെച്ച് കുടിച്ചോ അതേ സ്ഥലത്ത് മുത്തി നബിയുടെ ചുണ്ട് വെച്ചിട്ട് കുടിച്ചു. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് മരിച്ചപ്പോ, എന്റെ മുത്തുനബി മരിച്ചപ്പോ അവസാനം കുടിച്ചത് എന്റെ ഉമ്മനീരാ. എന്റെ ഉമ്മനീര്. 18 വയസ്സേ ഉള്ളൂ. 16 or 18 വയസ്സ് ആയിഷാ ബീവിക്ക് മുത്തുനബി വഫാത്താകുമ്പോ മുത്തുനബിയുടെ പല്ല് തേച്ചു കൊടുത്ത് എങ്ങനെന്നറിയോ? ആയിഷാ ബീവിയുടെ വായിക്കകത്ത് വെച്ച് മിസ്വാക്ക് ചവച്ചരച്ചിട്ട് ആ ഉമ്മനീരോട് കൂടി ആ പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം, എങ്കിലേ സ്നേഹം ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ അക്കരെ ഇക്കരെ തന്നെ. ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നണം, കൂടെ കിടന്നാൽ മാത്രം പോരാ. ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷണം. പണ്ടതാ അള്ളാഹുവെ അടിയും വഴക്കും ഉണ്ടായ എന്തൊക്കെ ചെയ്താലും അവൻ എന്റെ കൂടെ പറപ്പല്ലേടാ. അതാ എന്തുകൊണ്ടെന്നറിയോ? സ്നേഹബന്ധം ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ വീട്ടിൽ വലിയൊരു പാത്രം, പാപ്പ, ഉമ്മ, കൂടപ്പുറപ്പുകള് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനകത്തുനിന്ന് തിന്നും. അതുകൊണ്ട് സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നോ ഉമ്മ വാരി കൊടുത്ത തിന്നില്ല. നമ്മളാലോചിക്കേ, നമ്മുടെ ഉമ്മ നമുക്ക് ഒരു ചട്ടിക്കകത്ത് അങ്ങോട്ട് ചോറും വാരിയിട്ട് ഇത്തിരി കറി ഒഴിച്ചങ്ങോട്ട് സിമെന്റ് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് വാരി തരും. നമ്മളിങ്ങനെ കാത്തിരിക്കും, വേണോടാ? വേണം ഉമ്മ, വാരി തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇന്ന് പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ചട്ടിക്കകത്തല്ല പാത്രത്തിനകത്ത് ചോറും കറി ഇട്ടിട്ട് മക്കള് കാണാമെന്ന് ഇളക്കണം. എന്നിട്ട് കുഴച്ച് വാരിയിട്ട് 5 വയസ്സുള്ളവനോട് വേണോടാ? വേണ്ട ഉമ്മ, നിങ്ങളെ ഇന്നോളെ. കാരണം അവൻ വിചാരിക്കണത് വേസ്റ്റാന്നാ. ഇതാ ഇന്നത്തെ കാലം. അള്ളാഹുവെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവ് വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ നോക്കി നിൽക്കുക. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചാടി വരിക. എന്തേ ജൗഫർ എത്ര സന്തോഷം? ഭാര്യ ചോദിക്കുക, എന്തേക്ക് എത്ര സന്തോഷം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നെ യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തു. അതിന്റെ സന്തോഷമാ. അള്ളാഹുവെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും വീടിന്റെ അകത്ത് കയറി ഭക്ഷണമെല്ലാം കഴിച്ചു. അവസാനം റെഡിയായി. ഭർത്താവ് യുദ്ധത്തിന് പോകാൻ ഭാര്യ തന്നെ ഒരുക്കി കൊടുത്തു. അവസാനം ആ സഹാബി തന്റെ പൊന്നാര മക്കളുടെ ചാരത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. ഭാര്യയുടെ മുന്നിൽ വന്നു. ആ സഹാബിക്കറിയാം ഇനി വരൂല്ല. ആ സഹാബിക്കറിയിന് വരൂലെന്ന്. സഹോദര തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, അസ്മാ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ മുന്നേ വെച്ച് കാണാൻ കേട്ടാ. സലാം പറഞ്ഞു ഇറങ്ങിപ്പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി. സഹാബത്ത് മുഴുവനും അവിടെ നിന്ന് യുദ്ധത്തിന് പോയി. മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി അവിടുന്ന് വിട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ സ്വഹാബി അവിടുന്ന് താഴെ വീണു. തന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ഇസ്ലാമിന്റെ കൊടിയുണ്ടല്ലോ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു പോയി എടുക്കുകയാണ്. ഇടത് കൈ കൊണ്ട് കൊടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് മുന്നോട്ട് നടക്കുകയാണ്. ഇടത് കൈപ്പത്തി അങ്ങ് വെട്ടി
വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു വലത് കൈ കൊണ്ട് കൊടിയെടുത്തു, ഉയർത്തിപ്പിടിച്ചു. വലത് കൈപ്പത്തി വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അറ്റുപോയ കൈ കൊണ്ട് താഴെ വീണ ഇസ്ലാമിന്റെ കൊടിയെടുത്തു. എന്നിട്ടിങ്ങനെ ചേർത്ത് പിടിച്ചു. കൈയുടെ മുട്ടുഭാഗം വെച്ച് വെട്ടിയെന്ന് മുറിച്ചു. കൊടി താഴെ വീണു. പുറകിൽ നിൽക്കുന്ന സ്വഹാബത്ത് അത്ഭുതത്തോടെ നിൽക്കുമ്പോ ഒരു സ്വഹാബിയോട് പറഞ്ഞു, ആ കൊടിയെടുത്തിട്ട് എന്റെ കക്ഷത്തിൽ വെച്ചതാ. താഴെ വീണ കൊടിയെടുത്തൊരു സഹാബി കക്ഷത്ത് വെച്ച് കൊടുത്തു. റളിയല്ലാഹു തആല അൻഹു തന്റെ നെഞ്ചിലേക്ക് ഇസ്ലാമിന്റെ കൊടി ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, സഹാബാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് പായുകയാണ്. നാലു ഭാഗത്ത് നിന്ന് ശത്രുക്കൾ വളഞ്ഞു. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടിഞ്ഞുറുക്കുകയാ. വെട്ടിഞ്ഞുറുക്കുകയാണ്. ജൗഫർ തങ്ങളെ യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീണു. അല്ലാഹുവേ, മുത്തുനബി യുദ്ധത്തിന് പോയില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പങ്കെടുക്കാത്ത യുദ്ധമാണ് മുഅ്തത്തി യുദ്ധം. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു വന്നു. നമസ്കാരം കഴിഞ്ഞു. സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തേ, എന്റെ ജൗഫർ ഷഹീദായി സഹാബ, എന്റെ ജൗഫർ ഷഹീദായി സഹാബ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, ജൗഫർ ഷഹീദായി. വീട്ടിൽ പോയി പറയണമല്ലോ, ഭാര്യയോടും മക്കളോടും മരണവാർത്ത പറയണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, നിങ്ങളിൽ ആരാ പോയിട്ട് പറയുന്നത്? ജൗഫറിന്റെ ഭാര്യയോട്, ജൗഫറിന്റെ മക്കളോട് മരണമാരാ പോയി പറയുന്നത്? ഒരാൾ പോലും അനങ്ങിയില്ല, ഒരാൾ പോലും തയ്യാറായില്ല. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങളിൽ ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നത്? ഒറ്റ സ്വഹാബി പോലും അനങ്ങാതെ തലതാഴ്ത്തിയിരിക്കുകയാ. മുത്തുനബി അത്ഭുതമായി അവിടെന്ന് ചോദിച്ചു, സഹാബത്തേ, നിങ്ങൾ എന്തേ തയ്യാറാകാത്തത്? നിങ്ങൾ എന്തേ തയ്യാറാകാത്തത്? യാ റസൂലല്ലാഹ്, അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. ജൗഫറിന്റെ വീട്ടിൽ ചെന്ന് മരണവാർത്ത പറയാനുള്ള ധൈര്യമില്ല. കാരണം എന്തെന്നറിയുമോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായ അസ്മാഇന്റെ മുന്നിൽ ചെന്നിട്ട്, അസ്മാ, നിന്റെ ഭർത്താവ് ഷഹീദായി, നിന്റെ ഭർത്താവ് മരിച്ചുപോയി. എങ്ങനെ പറയും നബിയേ? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നബിയേ? ആ പെണ്ണിന് 19 വയസ്സാണ് നബിയേ. 19 വയസ്സുള്ള അസ്മാഇന്റെ മുന്നിൽ ചെന്നിട്ട് നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറയാരാ? യാ റസൂലല്ലാഹ്, 3 ആമക്കളാണ് നബിയെ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 ആമക്കള്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 10 വയസ്സിന് താഴെ പ്രായമുള്ള 3 മക്കളെ നിങ്ങളുടെ വാപ്പ മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറയും നബിയെ? അതിനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തായാലും മരണം പറയണം. വാ സഹാബ, നമുക്ക് ഒരുമിച്ച് പോയി പറയാ. എല്ലാരും കൂടെ പള്ളിയിൽ നിന്നിറങ്ങി ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആ വീട്ടിൽ നടക്കുന്ന രംഗം എന്തെന്നറിയുവോ? യുദ്ധം കഴിഞ്ഞ് സഹാബികൾ വരാൻ തുടങ്ങി. അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ 3 മക്കളെ എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു. തന്റെ 3 മക്കളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു. നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാ. വാപ്പ വരുമ്പോ കാണാൻ, തന്റെ ജൗഫർ വരുമ്പോ കാണാൻ വീടിന്റെ മുന്നിൽ ഒരുക്കി നിർത്തിയിട്ട് 19 വയസ്സുകാരി അടുക്കളയിൽ ഇരുന്നിട്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെക്കുകയാ. അപ്പോഴാണ് മക്കള് വിളിച്ചു പറയുന്നു, ഉമ്മാ, മുത്തുനബിയും വാപ്പയും വരുന്നുമ്മാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നു. മുത്തുനബിയുടെ പുറകില് തന്റെ വാപ്പയുണ്ട്. മക്കളെവിടെന്ന് പറഞ്ഞു, വാപ്പ വരുന്നുമ്മ, മുത്തുനബി വരുന്നുമ്മ. മക്കളിറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ജൗഫർ തങ്ങളുടെ 3 മക്കളും ചുംബിച്ചു. എന്നിട്ട് വാപ്പാനെ തിരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ തങ്ങളുടെ വാപ്പയുണ്ടോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് തിരഞ്ഞു. ജൗഫർ തങ്ങളെ കാണാതെ വന്നപ്പോ മക്കള് ചോദിക്കുന്നു, നബിയേ ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ, ഞങ്ങളുടെ വാപ്പയില്ലേ നബിയേ? ജൗഫർ തങ്ങളുടെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 ആമക്കള് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് വാപ്പാനെ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറയുകയാ. മുത്തുനബി ഇരുന്ന് കരയുകയാണ്. എന്ത് പറയാരാ പടച്ചവര്, ഈ മക്കളോട് എന്ത് പറയാരാ പടച്ചവര്? അല്ലാഹുവിന്റെ റസൂല് 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ടങ്ങ് കരയാൻ തുടങ്ങി. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, സഹാബാ, ജൗഫറിന്റെ മക്കളെ സ്നേഹിക്ക സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ യതീമായ മക്കളെ കിട്ടിയപ്പോ സഹാബത്ത് മത്സരിക്കുകയാണ്. അവരുടെ തലയിലൊന്ന് തടകാൻ, അവരുടെ മുഖത്തൊരു ഉമ്മ കൊടുക്കാൻ. യതീമായ 3 മക്കളെ സഹാബികളെ പടച്ചവരെ പരസ്പരം കിടന്ന് പിടിച്ചു പറിക്കുകയാ. കാരണം അവർക്കറിയാ, അവരുടെ തലയിൽ കൈവച്ച പാപം പൊറുക്കും. അവരെ ചുംബിച്ച, അവരെ സ്നേഹിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചാണല്ലോ. അത് സഹാബത്തിനറിയാ. ഇവരിങ്ങനെ പരസ്പരം മത്സരിക്കുമ്പോ 19 വയസ്സുള്ള ഒരു പെണ്ണ് വീടിന്റെ അകത്ത് നിന്ന് ഈ രംഗം കാണുകയാ. പറയാതെ മനസ്സിലായി, അസ്മാഇനെല്ലാം മനസ്സിലായി. അവിടെ ചോദിക്കുന്നു, നബിയേ എന്റെ ജൗഫർ പോയോ നബിയേ, എന്റെ ജൗഫർ പോയോ നബിയേ? മുഅ്തത്തിന്റെ നേതാക്കന്മാർക്ക് എന്ത് പറ്റി നബിയേ? ഒരു 19 വയസ്സുകാരി ഭർത്താവ് മരിച്ചോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്മാ ജൗഫർ ഷഹീദായി അസ്മാ. പടച്ചവരേ, ഒരു 19 വയസ്സുള്ള പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോ എന്താണ് പ്രതികരണം പടച്ചവര്? സ്വഹാബികൾ അത്ഭുതത്തോടെ നിൽക്കുകയാ. മുടിയടിച്ചിട്ട് വിളിച്ചു പോവുമോ, പെടന്ന് താഴെ വീടുവോ? പടച്ചവരെ, ഒന്നും ചെയ്തില്ല ചെറുപ്പക്കാരാ. പെങ്ങളെ, ആ 19 വയസ്സുള്ള പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചത് എന്തെന്നറിയോ? നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. എന്തേ അസ്മാ, എന്തേ അസ്മാ, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? എന്റെ ഭർത്താവ് നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? സഹാബികളുടെ കണ്ണങ്ങ് തള്ളിപ്പോയി. പടച്ചവരെ, പ്രവാചകൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഒരു പെണ്ണ് ചോദിച്ചത് എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എന്തേ അങ്ങനെ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ, മണിയറക്കകത്ത് കിടക്കുമ്പോ ഒരിക്കൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, അസ്മാ, എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്, എനിക്ക് വലിയൊരു മോഹമുണ്ട്, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുവോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുവോ? എന്താണ് എന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്ന് നോമ്പ് മുറിക്കണം. ഇതെന്റെ ആഗ്രഹമാണ്, നിനക്ക് ദുആ ചെയ്യാൻ കഴിയുമോ? ഭർത്താവിന്റെ ആഗ്രഹമാണല്ലോ. അന്ന് മുതൽ എപ്പോ ദുആ ചെയ്താൽ അവിടെ ദുആ ചെയ്യുമായിരുന്നു. തന്റെ ഭർത്താവ് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുഅ്തത്തിന്റെ രണാങ്കണത്തിലെ
ഉഹുദിന്റെ രണാങ്കണത്തില് 96 വെട്ടുകൊണ്ടിട്ട് കൈയില്ലാതെ കാലില്ലാതെ ശരീരം മുഴുവനും മുറിച്ചിട്ടിരിക്കുകയാ. 96 വെട്ട്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി വെള്ളവുമായി ഓടിച്ചെന്നു. ഒരു സ്വഹാബി വെള്ളവുമായി അടുത്ത് നിന്നു. ജൗഫർ തങ്ങളുടെ വായിലേക്ക് ഒഴിക്കാൻ പോകുമ്പോ തലതിരിച്ചിട്ട് പറഞ്ഞു, സ്വഹാബി, എനിക്കിന്ന് സുന്നത്ത് നോമ്പാ, നോമ്പ് മുറിപ്പിക്കല്ലേ, എനിക്ക് വെള്ളം തരല്ലേ, എനിക്ക് ഇങ്ങനെ കിടന്നു മരിക്കണമെന്ന് വലിയ മോഹമാ, ഇത് അല്ലാഹുവിന്റെ മുന്നിലിരുന്ന് തുറക്കണ്ട നോമ്പാ. ജൗഫർ തങ്ങൾ പറയുകയാ, ഞാൻ ഇവിടെ കിടന്ന് എത്ര വിളിച്ചു കൂവിയാൽ എനിക്ക് വെള്ളം തരല്ലേ. എന്റെ സുമാഇന്റെ ദുആയാ, എന്റെ ഭാര്യ വാങ്ങി തന്ന മരണവാ, ഇതെന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു തന്ന സമ്മാനമാ, എനിക്ക് വെള്ളം തരല്ലേ. തൊണ്ട വറ്റി വരണ്ടിട്ട് എനിക്ക് ഇവിടെ കിടന്നു മരിക്കണം. അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്ന് തുറക്കണ്ട നോമ്പാണ്. അവിടെ നിന്ന് നോമ്പുകാരനായിട്ടാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്മാ റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ പറന്നു പോകുന്നു അസ്മാ. ഇതെന്തിനാ പറഞ്ഞത്? ജൗഫർ തങ്ങളുടെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 യതീമായ മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് സ്വഹാബത്ത് മത്സരിക്കുകയാ. ഒന്ന് ചുംബിക്കാ, ഒന്ന് തലോടാ, ഒന്ന് സ്നേഹിക്കാ. അവര് മത്സരിച്ചതെങ്കില് എന്റെ പ്രിയമുള്ള സഹോദരാ മറക്കല്ലേ, യതീമിനെ മറക്കല്ലേ. യതീമിന്റെ കണ്ണുനീര് വീടുന്ന വീട്, യതീമിന്റെ കണ്ണുനീര് വീഴുന്ന വീട് ശാപമാ. അത് ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നശിച്ച ഭവനമാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുമ്പോ നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകുന്ന രണ്ടാമത്തെ വിഭാഗം അനവകാഫിൽ യതീമി ഫീ ജന്നതി ഹഖദാ. യതീമിനെ സ്നേഹിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ